ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, എല്ലാറ്റിനും ഉപരിയായി നമ്മൾ കാണേണ്ടത് ദൈവത്തെ വലിയവനായിട്ട്, മനുഷ്യരല്ല. മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും സാമർഥ്യങ്ങളും ഒക്കെ ഉണ്ടാകാം, പക്ഷെ ഒരിക്കലും ദൈവത്തെക്കാൾ വലുതായിട്ട് മനുഷ്യരെ മാറ്റരുത്. ഇങ്ങനത്തെ വ്യക്തിപൂജ അപകടമാണ്. ദൈവമക്കളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ കാണുകയാണ്, യോനായേക്കാൾ അതുപോലെ സോളമനേക്കാൾ വലിയവനായിട്ട് ദൈവത്തെ, യേശുവിനെ എടുത്തു കാണിച്ചിരിക്കുന്നത്. ഈ യേശുവിനാണോ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്? ഈ യേശുവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുക? ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. അതിൽ സത്യപ്രവാചകൻ ഏതാ, കള്ളപ്രവാചകൻ ഏതാ എന്നറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവർ വന്നിട്ട് ഒരാവശ്യപ്പെടുകയാണ്, ഒരടയാളം നീ കാണിച്ചു തരിക, അപ്പോൾ ഞങ്ങൾ നീ സത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കും. നമുക്കറിയാം, യോഹന്നാൻ 2-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ച ആൾക്കാരുണ്ട്, പക്ഷെ അവരെ കർത്താവ് വിശ്വസിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ അറിഞ്ഞ് യേശുവുമായിട്ട് ആ ഒരു വ്യക്തിബന്ധം, ആ ബന്ധത്തിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കണം. അതല്ലെങ്കിൽ ഇന്ന് ഒത്തിരി പേരുടെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, അപകടമരണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴേ ചിലരുടെ നാവിൽ നിന്ന് വീഴുന്ന ഒരു സംസാരമുണ്ട്, എവിടെ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ ദൈവം പോലും ഇല്ല എന്ന് ചിന്തിച്ചു പോകുന്ന ആ ഒരവസ്ഥ, ഇതെല്ലാം ദൈവത്തെ അറിഞ്ഞ് ഈ ദൈവവുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കാത്തതുകൊണ്ടാണ്. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, അപ്പസ്തോലന്മാരിൽ ആരാ സഹിക്കാതെ മരിച്ചത്? കട്ടിലേ കിടന്ന് ശാന്തമായിട്ട് മരിച്ച ആരാ ഉള്ളത്? അപ്പം അവരെല്ലാവരും രക്തസാക്ഷിത്വം പോലും നേരിടേണ്ടി വന്നവരാണ്. അടയാളം കണ്ടതുകൊണ്ട്, കർത്താവ് പ്രവർത്തിച്ച കുറേ അത്ഭുതം കണ്ടതുകൊണ്ടാണോ? ഒന്നുമല്ല, വ്യക്തിപരമായിട്ട് യേശുവിനോട് അവർക്ക് ബന്ധമുണ്ടായി. അപ്പം അതുകൊണ്ട് എത്ര പ്രതികൂലങ്ങൾ വന്നിട്ട് അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചു. ആ ഒരു ബന്ധം മൂലം യേശുവിൻ്റെ സ്വന്തമാകുന്നതിലൂടെയാണ് നമുക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ പറ്റുക എന്നുള്ളത് 1 യോഹന്നാൻ 5:11-12 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. നിത്യജീവൻ ആർക്കുള്ളതാണ്? യേശുവിനെ സ്വന്തമാക്കിയവർക്ക്, യേശുവിൻ്റെ സ്വന്തമായവർക്ക്. അതിനുള്ള ഒരു വ്യക്തിബന്ധം, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇന്നത്തെ ആദ്യ വായനയിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കാൻ. നമുക്കറിയാമല്ലോ, റോമാ 12:9 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. നിഷ്കളങ്കമായ സ്നേഹം ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ സ്നേഹം എപ്പോഴും നിഷ്കളങ്കമാക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നന്മയെ മുറുകെ പിടിക്കുക, തിന്മയെ ദ്വേഷിക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. തിന്മയെ ദ്വേഷിക്കണം, നന്മയെ മുറുകെ പിടിക്കണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, ദൈവം പറയാണ്, നിനക്കൊരു പ്രയാസം വന്നാൽ നീ ചെയ്യേണ്ടത് എന്താണ്? നീ ആദ്യം ഓടേണ്ടത് മലമുകളിലേക്ക്. മലമുകൾ, യെശയ്യാ 25:6 മുതൽ വായിക്കുമ്പോൾ മലമുകളിൽ ദൈവം ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വിരുന്നിൽ പങ്കെടുക്കാൻ മല കയറണം. ഇച്ചിരി കഷ്ടപ്പാടാ, മല കയറണം. കയറിയ ആ വിരുന്നിൽ പങ്കെടുത്താൽ നിന്റെ കണ്ണീര് തുടച്ചു മാറ്റപ്പെടും, നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നമുക്കൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പം ആദ്യം നമ്മൾ ഓടുന്നത് ആരുടെ പക്കലേക്കാണ്? ദൈവത്തിൻ്റെ പക്കലേക്ക്, മലമുകളിലേക്കാണോ അതോ ഏതെങ്കിലും വ്യക്തികളുടെ അടുത്തേക്കാണോ നമ്മൾ ഓടാറുള്ളത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആശ്രയിക്കുന്നത് ശരിക്കും ദൈവത്തിൽ തന്നെയാണോ അതോ മനുഷ്യരിൽ ആശ്രയിക്കുന്ന ആ ഒരവസ്ഥയാണോ? എന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ പിന്നെ അവിടെ പരാതിയായി, പരിഭവമായി, കുറ്റപ്പെടുത്തലായി, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ, അൽഫോൻസ, ഇങ്ങനെയുള്ള വിശുദ്ധരെ അവർ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, ക്ലേശങ്ങൾ വരുമ്പോൾ
നീ ആദ്യം ഓടുന്നത് മനുഷ്യരുടെ അടുത്തേക്ക്, എന്നിട്ട് അവരുമായിട്ടാണ് നിങ്ങളുടെ ഈ പ്രയാസങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് എങ്കിൽ ചിലപ്പം പിന്നീട് അത് പാരയായിട്ട് മാറും. പക്ഷേ നീ ഓടിയത് ദൈവത്തിൻ്റെ പക്കലേക്കാണെങ്കിൽ, ഈ മലമുകളിലേക്കാണെങ്കിൽ അത് കൃപയായിട്ട് മാറും. ദൈവം അത് കൃപയാക്കി മാറ്റും. അത് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 50:20 വായിക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തു, പക്ഷെ ദൈവം അത് കൃപയാക്കി മാറ്റി. എന്തുകൊണ്ടാണ്? ഈ മനുഷ്യൻ ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. മനുഷ്യരിൽ നിന്നും ഒരാശ്വാസം നോക്കി ഓടിയവനല്ല, ദൈവവുമായിട്ട് തൻ്റെ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ പങ്കുവെച്ചു. കൃത്യമായിട്ട് ക്ലേശകാലത്തും കൽപ്പനകൾ പാലിച്ച് ജീവിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു വലിയ പദവി പഴയ നിയമത്തിലെ ജോസഫിനുണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 3 കാര്യങ്ങൾ ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു. നല്ലത് ഈ 3 കാര്യങ്ങളാണ്. അത് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നിനക്ക് നന്മ വരും, നിനക്ക് സമാധാനം ഉണ്ടാവും, നിനക്ക് സന്തോഷം ഉണ്ടാവും. 1, നീതി ജീവിക്കുക. അനീതി തുടച്ചു മാറ്റി നീതിപൂർവ്വം ജീവിക്കണം. അത് നമ്മൾ ഇരുന്ന് ധ്യാനിക്കണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ഏതെങ്കിലും വിധത്തിലുള്ള, ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലായതൊന്നും വരില്ല, നമ്മൾ ഓക്കെയാ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടായിരിക്കാം നമുക്ക്. ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, എടാ ഇതൊരു അനീതിയല്ലേ, ഞാൻ കാണിക്കുന്ന ഒരു അനീതി കണ്ടെത്താൻ പറ്റിയാൽ നമുക്ക് തിരുത്താൻ പറ്റും. വല്ലവരും ചൂണ്ടിക്കാണിച്ചു തന്നാൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നിയേക്കാം. നമ്മളിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കണ്ടെത്തുന്ന അനീതി അത് തിരുത്താൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 2ാമത്തെ കാര്യമാണ് കാരുണ്യം കാണിക്കുക, കരുണ കാണിക്കുക, കരുണയുള്ളവരായിട്ട് മാറുക. നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. അതുകൊണ്ട് ദൈവമക്കളായി നമ്മൾ കരുണയുള്ളവരായിട്ട് മാറണം. അത് നല്ല ഒരു കാര്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 3ാമത്തെ കാര്യമാണ് ദൈവസന്നിധിയിൽ വിനീതരാവുക. നമുക്കറിയാമല്ലോ, ദൈവം ഉയർത്തുന്നത് ആരെയാ? വിനീതരെ. നമ്മളൊക്കെ നമ്മുടെ വാട്ടർ ടാങ്ക് കെട്ടിടത്തിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടുന്നാണ് വെള്ളം താഴേക്ക് നമ്മുടെ മുറികളിലേക്ക് ഒഴുകി വരിക. ഇനി ആ ടാങ്ക് കൊണ്ട് താഴെ വെച്ചിട്ട് മുകളിൽ കൊണ്ട് ടാപ്പ് പിടിപ്പിച്ചാൽ വെള്ളം കിട്ടുമോ? എന്ന് പറഞ്ഞ പോലെ കൃപയൊഴുകി വരണോ? വിനീതനായിട്ട് മാറണം. ദൈവസന്നിധിയിൽ നമ്മൾ എളിമപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായി മാറണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരിക. 3 കാര്യങ്ങളും നല്ല കാര്യങ്ങളെന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് പിന്നെ വേറെ സംശയിക്കാനൊന്നുമില്ല. മറ്റു പലതും നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണോ എന്നൊന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം സുഭാഷിതങ്ങൾ 14:12 വായിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ശരിയെന്ന് നല്ലതെന്ന് നിനക്ക് തോന്നുന്നത് ചിലപ്പോൾ നിന്നെ മരണത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ അവിടെ അപകടം ഒഴിവാക്കാൻ വേണ്ടി ദൈവം നല്ലതെന്ന്, വചനം നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കണ്ണടച്ച് നമുക്കത് പാലിക്കാൻ സാധിക്കും എന്നുള്ളത് തിരിച്ചറിയാം. ഈ ഒരു ബോധ്യത്തോടുകൂടി ഇനിയെങ്കിലും ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.